ഹായ് എവരിവൺ, എല്ലാവർക്കും ടെല്ല PSCയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കേരള ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെല്ലാവരും വലിയൊരു ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു പഠനം ആരംഭിച്ചിരിക്കുന്നത്. പല നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും നമ്മൾ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കൊണ്ട് നമ്മുടെ ആ പഠനം മുടങ്ങി പോവാറുണ്ട് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെയില്ല. നമുക്ക് ഈ ഒരു ജോലി നമുക്ക് നേടിയെടുക്കണം. നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. ഇടയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെല്ലാം നമ്മൾ അതിജീവിച്ച് പലരും നമ്മളെ പരാജയമാണ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരും അല്ലെങ്കിൽ കുറ്റം പറയുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ജോലി കൊണ്ടാണ് നമ്മൾ ആൻസർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ നമ്മുടെ കേരള ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം നോട്ട്സ് പഠിച്ചിട്ടല്ല നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻ്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്ത് തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ചങ്ങ് പഠിച്ചു തുടങ്ങാം. ക്ലാസ്സിന് ശേഷം നമ്മുടെ നോട്ട്സ് ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊന്ന് തറവാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ കേരള ജോഗ്രഫി എന്ന ടോപ്പിക്കിലെ മാർക്ക് ഉറപ്പായിട്ടും ഫുൾ സ്കോർ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ചങ്ങ് പഠനം ആരംഭിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് കേരള ഭൂപ്രകൃതി എന്ന ടോപ്പിക്കിലൂടെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭൂപ്രകൃതിയെ കുറിച്ചും അത് എത്രമായി തരം തിരിക്കാമെന്നും ഓരോന്നുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? 3 ആയി തിരിക്കാം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയി തിരിക്കാം. അവ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് നമ്മുടെ കേരളത്തെ 3 ആയി തിരിക്കാം. അവയാണ് മലനാട്, ഇടനാട്, അതുപോലെ തീരപ്രദേശം. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയി തരം തിരിക്കാം. അവയാണ് മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശമെന്നും. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയി തരം തിരിക്കാം. അവയാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ മലനാടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പഠിച്ച കാര്യം ക്ലിയർ ആണല്ലോ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയി തരം തിരിക്കുന്നു. മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശമെന്നും. ആദ്യം നമുക്ക് മലനാടിനെ കുറിച്ച് നോക്കാം. മലനാട് സഹ്യാദ്രിയോട് ചേർന്നു തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട്. സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട്. ഒന്നും കൂടെ, സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട്. ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇപ്പോൾ തന്നെ പഠിച്ചു പോവാണ്. സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട്. അങ്ങനെയെങ്കിൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും ചോലവനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നു. അതുപോലെ ഉഷ്ണമേഖലാ വനങ്ങളും ചോലവനങ്ങളും ഇവിടെ കാണുന്നു. ഉഷ്ണമേഖലാ വനങ്ങളും നിത്യഹരിത വനങ്ങളും ചോലവനങ്ങളും ഇവിടെ കാണുന്നു. ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങളും ചോലവനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് മലനാട്. ഒന്നും കൂടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രദേശം മലനാടാണ്. അതുപോലെ ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങളും ചോലവനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. പിന്നെയോ സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട്. സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട്. പിന്നെയോ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48%. എത്രയാണ്? കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രദേശവും കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയി തിരിക്കാം. അവയാണ് മലനാടും ഇടനാടും തീരപ്രദേശവും. അങ്ങനെയെങ്കിൽ മലനാടിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നു. സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട്. അടുത്തത് ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങളും
ചോലവനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ്, അതുപോലെ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം നന്നായിട്ട് പഠിച്ചല്ലോ. നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം മലനാടാണ്. ഏറ്റവും കൂടുതൽ 48% മലനാടാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതലുള്ള ഭൂപ്രദേശം അല്ലെങ്കിൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശം. അങ്ങനെയെങ്കിൽ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. എങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും കേരളത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും കേരളത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലാണ് ഉൾപ്പെടുന്നത്. എങ്കിൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകളും ഇവിടെ കൂടുതൽ കാണപ്പെടുന്നു. വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകൾ കാണപ്പെടുന്നു മലനാട്ടിൽ. അതുപോലെ കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ മുകളിൽ ഉയരമുള്ള പ്രദേശം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം. അതുപോലെ മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 900 മീറ്റർ ആണ്. മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം. അതുപോലെ ഭൂരിഭാഗം വനങ്ങളും കേരളത്തിലെ കാണപ്പെടുന്നത് ഈ ഒരു കിഴക്കൻ ഭാഗങ്ങളിലാണ്. അതുപോലെ വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകൾ കൂടുതൽ കാണപ്പെടുന്നതും ഈ ഒരു മലനാട്ടിലാണ്. എങ്കിൽ കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ മേഖല തീരപ്രദേശമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അല്ല, കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ മേഖല മലനാടാണ്. കേരളത്തിൽ ഏറ്റവും എന്താണ് ജനവാസം കുറഞ്ഞ മേഖല മലനാടാണ്. അതുപോലെ കൊടുമുടികൾ കാണപ്പെടുന്ന മേഖല എന്താണ്? കൊടുമുടികൾ കാണപ്പെടുന്ന മേഖലയും മലനാടാണ്. കൊടുമുടികൾ കാണപ്പെടുന്ന മേഖലയും മലനാടാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം. അതുപോലെ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. എന്നോടൊപ്പം പറഞ്ഞു നോക്കാം. അതുപോലെ കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും എന്താണ്? കിഴക്കൻ മേഖലയിലാണെന്നും അതുപോലെ വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകൾ ഇവിടെ കൂടുതൽ കാണപ്പെടുന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയാണ് മലനാട്. കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല ഏതാന്ന് ചോദിച്ചാൽ അത് മലനാടാണ്. എങ്കിൽ കൊടുമുടികൾ കാണപ്പെടുന്ന മേഖലയും ഏതാണ്? മലനാട്. കൊടുമുടികൾ കാണപ്പെടുന്ന മേഖല മലനാടാണ്. കേരളത്തിലെ മിക്ക നദികളുടെയും ഉത്ഭവസ്ഥാനം മലനാട്ടിൽ നിന്നാണ് കേട്ടോ. കേരളത്തിലെ മിക്ക നദികളുടെയും ഉത്ഭവസ്ഥാനവും മലനാട്ടിൽ നിന്നാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം. ശരാശരി ഉയരം 900 മീറ്റർ. വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകൾ, അതുപോലെ എന്താണ് വനങ്ങൾ എന്നിവയൊക്കെ കൂടുതൽ കാണുന്നത് ഈ ഒരു മലനാട്ടിലാണ്. ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയാണ് കേരളത്തിലെ. അതുപോലെ എന്താണ് കേരളത്തിലെ മിക്ക നദികളുടെയും ഉത്ഭവസ്ഥാനം, കൊടുമുടികൾ കാണപ്പെടുന്ന ഭൂപ്രദേശം, ഇതെല്ലാം എന്താണ്? മലനാടാണ്. എങ്കിൽ ശരാശരി താപനില ഏറ്റവും കുറവുള്ളത്, അപ്പോൾ ജനവാസം ഏറ്റവും കുറവ്, ശരാശരി താപനില ഏറ്റവും കുറവ്, കൊടുമുടികൾ കൂടുതൽ കാണപ്പെടുന്നു, മിക്ക നദികളുടെയും ഉത്ഭവസ്ഥാനം, ഇതെല്ലാം എന്താണ്? മലനാടാണ്. എങ്കിൽ താപനില 30 ഡിഗ്രിയിൽ താഴെയാണ് അവിടെ കേട്ടോ. ശരാശരി താപനില ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? മലനാട്ടിലാണ്. താപനില
30 ഡിഗ്രിയിൽ താഴെയാണ് വരുന്നത് കേട്ടോ. താപനില 30 ഡിഗ്രിയിൽ താഴെ എങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. എങ്കിൽ ശരാശരി മലനാടിന്റെ ഉയരം 900 മീറ്റർ ആണ്. അതുപോലെ കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും കാണപ്പെടുന്നത് ഈ ഒരു കിഴക്കൻ ഭാഗങ്ങളിലാണ്. വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകൾ ഇവിടെ കൂടുതൽ കാണപ്പെടുന്നു. കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയാണ്. അതുപോലെ കൊടുമുടികൾ കാണപ്പെടുന്നു. മിക്ക നദികളുടെയും ഉത്ഭവ സ്ഥാനം ഇവിടെയാണ്. ശരാശരി താപനില ഏറ്റവും കുറവുള്ളത് മലനാടുകളിലാണ്. താപനില 30 ഡിഗ്രിയിൽ താഴെയാണ്. താപനില 30 ഡിഗ്രിയിൽ താഴെയാണ്. അതുപോലെ തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിളകൾ. തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക്. ഒന്നും കൂടെ, മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക്. ഒന്നും കൂടെ, തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക്. അപ്പോൾ തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക് തുടങ്ങിയവയാണ് മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അതുപോലെ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. എങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും കാണപ്പെടുന്നത് കേരളത്തിലെ കിഴക്കൻ ഭാഗങ്ങളിലാണ്. അതുപോലെ വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകളും ഇവിടെ കൂടുതൽ കാണപ്പെടുന്നു. പിന്നെയോ കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയും കൊടുമുടികൾ കാണപ്പെടുന്ന മേഖലയും അതുപോലെ മിക്ക നദികളുടെയും ഉത്ഭവ സ്ഥാനവും ഇവിടെ ആണ്. ശരാശരി താപനില ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? അത് മലനാടുകളിലാണ്. ശരാശരി താപനില ഏറ്റവും കുറവുള്ളത് മലനാടുകളിലാണ്. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ തേയില, കാപ്പി, ഏലം, കുരുമുളക്, റബ്ബർ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. തേയില, കാപ്പി, കുരുമുളക്, റബ്ബർ, ഏലം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിര പശ്ചിമഘട്ടമാണെങ്കിൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. തെക്ക് തമിഴ്നാട് മുതൽ എന്താണ്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിലെ മലനാട് പ്രദേശം. അപ്പോൾ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിലെ മലനാട് പ്രദേശം. ഒന്നും കൂടെ, തെക്ക് എവിടെയാ? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ എന്താണ്? മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. അപ്പോൾ കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന എന്താണ്? മലനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൽ, ഒന്നും കൂടെ, കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. അങ്ങനെയെങ്കിൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. ഓക്കെ അല്ലേ? എങ്കിൽ സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയും ഈ ഒരു പശ്ചിമഘട്ടമാണ് കേട്ടോ. സഹ്യപർവ്വത നിര, സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയും ഈ ഒരു പശ്ചിമഘട്ടമാണ് കേട്ടോ. സഹ്യപർവ്വത നിര. എങ്കിൽ
പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന മേഖലയും ഈ ഒരു മലനാടാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് മലനാടിലാണ്. ക്ലിയർ ആണേ? അപ്പോൾ കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. ക്ലിയർ അല്ലേ? എങ്കിൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. ഓക്കെ, എങ്കിൽ സഹ്യപർവ്വത നിര എന്നും ഇതിനെ അറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന മേഖലയും എവിടെയാണ്? മലനാട് പ്രദേശമാണ്. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? ഇത്രയും ഓക്കെ അല്ലേ? ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ഇനി ആനമുടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു മലനാട് പ്രദേശത്താണ്. എങ്കിൽ ആനമുടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ആനമുടി ഉയരം 2695 മീറ്റർ. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. ഒന്നും കൂടെ, ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ഒന്നും കൂടെ, ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ് ഉയരം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് കേട്ടോ. അപ്പോൾ ആനമുടി എന്താണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് മലനാട്ടിലാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. തെക്കേ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എങ്കിൽ കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. എങ്കിൽ സഹ്യപർവ്വത നിര എന്നും ഇതിനെ അറിയപ്പെടുന്നു. എങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് മലനാട്ടിലാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ്? തെക്കേ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും ഉയർന്ന കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ബാക്കി നോക്കാം കേട്ടോ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഒന്നും കൂടെ, ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. എങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മൂന്നാറാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കാണ്. ഗ്രാമപഞ്ചായത്ത് മൂന്നാറാണ്. ഓക്കെ അല്ലേ? എങ്കിൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക്. എങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് മൂന്നാർ ഗ്രാമപഞ്ചായത്താണ്. എങ്കിൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് ചോദിക്കുന്നെങ്കിൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഓക്കെ അല്ലേ? എങ്കിൽ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര എന്താണ്? ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ അത് ആനമലയാണ്. പഠിച്ചു വെക്കുക.
ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ആനമല. എന്താണ് ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ആനമലയാണെങ്കിൽ വടക്ക് കിഴക്ക് പഴനിമല. അപ്പോൾ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ഏതാണ്? ആനമല. വടക്ക് കിഴക്ക് പഴനിമല. ഒന്നും കൂടെ, ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? വടക്ക് ഭാഗത്ത് ആനമലയാണെങ്കിൽ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പഴനിമലയാണ്. വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പഴനിമലയാണ്. എങ്കിൽ തെക്ക് ഭാഗത്ത് ഏലമലയാണ് കേട്ടോ. തെക്ക് ഭാഗത്ത് ഏലമല. അപ്പോൾ ഒന്നും കൂടെ, ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ആനമല എങ്കിൽ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നത് പഴനിമല. എങ്കിൽ ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല. അപ്പോൾ ഒന്നും കൂടെ, ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. തെക്കേ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എങ്കിൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കാണ്. സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മൂന്നാർ ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ ആനമുടിയുടെ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അത് ആനമലയാണ്. വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മലനിര പഴനിമലയാണ്. തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ഏലമലയാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ആനമലയും ഏലമലയും പഴനിമലയും തിരിഞ്ഞു പോകരുത്. ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നത് പഴനിമലയാണ്. തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഏലമലയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എങ്കിൽ ആനയുടെ നെറ്റിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടിക്ക് ഈ പേര് ലഭിച്ചത്. ആനയുടെ നെറ്റിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടി എന്ന പേര് ലഭിച്ചത്. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ആനമുടിയുടെ അല്ലെങ്കിൽ ആനയുടെ ചെവിയോട് അല്ലെങ്കിൽ തുമ്പിക്കൈയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടിക്ക് ഈ പേര് ലഭിച്ചതെന്നൊക്കെ ചോദിച്ചാൽ അത് തെറ്റാണ്. എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആനയുടെ നെറ്റിയുടെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ട് കേട്ടോ. ആനയുടെ നെറ്റിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടിക്ക് ഈ പേര് ലഭിച്ചത്. ക്ലിയർ ആണേ? എങ്കിൽ ഇരവികുളം നാഷണൽ പാർക്കിന്റെ തെക്ക് ഭാഗത്തായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ തെക്ക് ഭാഗത്തായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ തെക്ക് ഭാഗത്തായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ അത് നീലഗിരിയാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം കേട്ടോ. വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അത് ആനമലയാണ്. എങ്കിൽ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ അത് നീലഗിരിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ആനമുടി ഉയരം 2695 മീറ്റർ ആണ്. തെക്കേ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഗ്രാമപഞ്ചായത്ത് മൂന്നാറാണ്. ഓക്കെ അല്ലേ? എങ്കിൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. എങ്കിൽ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ആനമല. എങ്കിൽ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പഴനിമലയും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഏലമലയുമാണ്. ക്ലിയർ ആണേ? എങ്കിൽ ആനയുടെ നെറ്റിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടിക്ക് ഈ പേര് ലഭിക്കുകയുണ്ടായത്. ആനയുടെ നെറ്റിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടിക്ക് ഒരു പേര് ലഭിച്ചത്. എങ്കിൽ ഇരവികുളം നാഷണൽ പാർക്കിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം
ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ഒന്നും കൂടെ, ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ ആനമലയും, ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ അത് നീലഗിരിയുമാണ്. അതുപോലെ ആനമല, ഏലമല, പഴനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. എന്താണ്? ആനമല എന്താണ്? ആനമുടിയുടെ വടക്ക് ഭാഗത്ത്. പഴനിമല ആനമുടിയുടെ വടക്ക് കിഴക്ക്. ഏലമല ആനമുടിയുടെ തെക്ക് ഭാഗത്ത്. അപ്പോൾ ആനമലയും പഴനിമലയും ഏലമലയും സംഗമിക്കുന്നത് എവിടെയാണ്? ആനമുടിയിലാണ്. ആനമലയും ഏലമലയും പഴനിമലയും സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? ക്ലിയർ അല്ലേ? അപ്പോൾ ആനമുടി ഉയരം 2695 മീറ്റർ ആണ്. തെക്കേ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്താണ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ അത് ആനമലയാണ്. വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അത് ഏതാണ്? പഴനിമല. തെക്ക് ഭാഗത്ത് ഏലമലയാണ്. എങ്കിൽ ആനമുടി എന്താണ്? ആനയുടെ നെറ്റിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടി എന്ന പേര് ലഭിച്ചത്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ തെക്ക് ഭാഗത്തായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. അതുപോലെ തന്നെ ആനമല, ഏലമല, പഴനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്കിൽ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മീശപ്പുലിമല. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് മീശപ്പുലിമലയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ആണ് ചോദിക്കുന്നെങ്കിൽ അത് മീശപ്പുലിമല. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമലയാണ്. ഉയരം 2640 മീറ്റർ ആണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമലയുടെ ഉയരം എത്രയാണ്? 2640 മീറ്റർ ആണ്. മീശപ്പുലിമലയുടെ ഉയരം 2640 മീറ്റർ ആണ്. മീശപ്പുലിമലയുടെ ഉയരം 2640 മീറ്റർ. 2640 മീറ്റർ. എങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. മീശപ്പുലിമലയിൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ക്ലിയർ ആണോ? അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. ഉയരം 2640 മീറ്റർ. എങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ അഗസ്ത്യകുടം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? മലനാട്ടിലാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ എന്താണ്? കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യകുടം. അപ്പോൾ അഗസ്ത്യകൂടമാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അത് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? മലനാട്ടിലാണ്. സ്ഥിതി ചെയ്യുന്നതും മലനാടിലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നതും മലനാട്ടിലാണ്. ഉയരം 1868 മീറ്റർ. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യകൂടം. 1868 മീറ്റർ ആണ് ഉയരം. എത്രയാണ്? 1868 മീറ്റർ ആണ് ഉയരം. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1868 മീറ്റർ ആണ് ഉയരം. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഉയരം 2695 മീറ്റർ ആണെങ്കിൽ എന്താണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമലയാണ്. ഉയരം എത്രയാണ്? ഉയരം 2640 മീറ്റർ ആണെങ്കിൽ എന്താണ്? കേരളത്തിന്റെ
തെക്കേ അറ്റത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് അഗസ്ത്യകൂടം. ഉയരം 1868 മീറ്റർ ആണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. ആനമുടിയും മീശപ്പുലിമലയും ഇടുക്കി ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? എങ്കിൽ നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അഗസ്ത്യകൂടത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് ഈ മലനിരകളിൽ നിന്നാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് അഗസ്ത്യമല. നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് അഗസ്ത്യമല. നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗവും നെയ്യാർ നദി ഉത്ഭവിക്കുന്നതും ഈ ഒരു മലനിരകളിൽ നിന്നാണ്. എങ്കിൽ 2001 മനസ്സിലാക്കി വെച്ചോ. 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചു എന്നാണ്. 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ എന്താണ്? അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാടാണ്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാടാണ്. ക്ലിയർ ആണോ? എങ്കിൽ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ഉയരം 2640 മീറ്റർ ആണ്. എങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? അഗസ്ത്യാർകൂടം. സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. 1868 മീറ്റർ ആണ് ഉയരം. നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് ഈ മലനിരകളിൽ നിന്നാണ്. അതുപോലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് അഗസ്ത്യമല. ഓക്കെ, അങ്ങനെയെങ്കിൽ 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. സംരക്ഷിത ജൈവ കേന്ദ്രമായി 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ എന്താണ് പ്രഖ്യാപിച്ചെങ്കിൽ നെടുമങ്ങാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെടുമങ്ങാട് താലൂക്ക്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ MAB മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ എന്താണ്? പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. എന്താണ്? യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ എന്താണ്? യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കേരളത്തിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. ഒന്നുകൂടെ, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കേരളത്തിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. കേരളത്തിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നും കൂടെ, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ആരുടെയാണ്? യുനെസ്കോയുടെ. കേരളത്തിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. ക്ലിയർ ആണെങ്കിൽ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ ആണ് അഗസ്ത്യാർകൂടം. 2016 കേട്ടോ. അപ്പോൾ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കേരളത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള എന്താണ് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് എത്രാമത്തെയാണ്? 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. 2016 ഉൾപ്പെട്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ ഒന്നും കൂടെ, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന
ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. അങ്ങനെയെങ്കിൽ എന്താണ്, മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ ആണ് അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. 2016 ഉൾപ്പെട്ടത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, വയനാട്, കുടക്, കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മഗിരി കുന്നുകളാണ്. വയനാട്, കുടക് അതായത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. ഒന്നുകൂടെ, വയനാട്, കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. വയനാട്, കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. ക്ലിയർ അല്ലേ? അപ്പോൾ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം എങ്കിൽ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. പിന്നെയോ, വയനാട്, കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ നമുക്ക് മലനിരകൾ നോക്കാം കേട്ടോ. മലനിരകളും ജില്ലകളും നോക്കാം. ഇതും കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. മലനിരകൾ ചോദിച്ചിട്ട് ഏത് ജില്ലയാണ് ചോദിച്ചാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം അഗസ്ത്യാർകൂടം തിരുവനന്തപുരമാണ്. അഗസ്ത്യാർകൂടം തിരുവനന്തപുരം. ക്ലിയർ ആണോ? അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ല. ക്ലിയർ ആണേ? എങ്കിൽ റോസ്മല കൊല്ലം ജില്ലയാണ്. അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ റോസ്മല കൊല്ലം ജില്ലയാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. അഗസ്ത്യാർകൂടം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ റോസ്മല കൊല്ലം ജില്ലയാണ്. ചരൽക്കുന്ന് പത്തനംതിട്ട. അപ്പോൾ അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ല, റോസ്മല കൊല്ലം ജില്ല, ചരൽക്കുന്ന് പത്തനംതിട്ട. അങ്ങനെയെങ്കിൽ ശബരിമല പത്തനംതിട്ട, അത് നമുക്കറിയാം അല്ലെ? ശബരിമല പത്തനംതിട്ട. അപ്പോൾ ഒന്നുകൂടെ അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ല, റോസ്മല കൊല്ലം ജില്ല, ചരൽക്കുന്ന് പത്തനംതിട്ട ജില്ല, ശബരിമല പത്തനംതിട്ട ജില്ല. ക്ലിയർ ആണേ? എങ്കിൽ പൂച്ചിമല പത്തനംതിട്ട ജില്ല. എന്താണ്? പൂച്ചിമല പത്തനംതിട്ട ജില്ല. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നും കൂടെ, അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ല, റോസ്മല കൊല്ലം ജില്ല, ചരൽക്കുന്ന് പത്തനംതിട്ട ജില്ല, ശബരിമല പത്തനംതിട്ട ജില്ല, പൂച്ചിമല പത്തനംതിട്ട ജില്ല. ദേവിമല ഇടുക്കി. ഒന്നും കൂടെ, ദേവിമല ഇടുക്കി. അപ്പോൾ ഒന്നും കൂടെ, അഗസ്ത്യാർകൂടം തിരുവനന്തപുരം, റോസ്മല കൊല്ലം, ചരൽക്കുന്ന് പത്തനംതിട്ട, ശബരിമല പത്തനംതിട്ട, പൂച്ചിമല പത്തനംതിട്ട, ദേവിമല ഇടുക്കി. എന്താണ്? ദേവിമല ഇടുക്കി. ആനമുടി ഇടുക്കി. നമ്മൾ പഠിച്ചത് ആനമുടി ഇടുക്കി. മീശപ്പുലിമലയും പഠിച്ചതാണ്. ഇടുക്കി ജില്ലയാണ്. അപ്പോൾ അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ല, റോസ്മല കൊല്ലം ജില്ല, ചരൽക്കുന്നും ശബരിമലയും പൂച്ചിമലയും പത്തനംതിട്ട ജില്ല, ദേവിമലയും ആനമുടിയും മീശപ്പുലിമലയും ഇടുക്കി ജില്ല. കുമാരിക്കലും ഇടുക്കി ജില്ലയാണ്. ദേവിമല, മീശപ്പുലിമല, അതുപോലെ തന്നെ ആനമുടി, കുമാരിക്കൽ തുടങ്ങിയവ ഇടുക്കി ജില്ലയാണ്. ചെന്താവരയും ഇടുക്കി ജില്ലയാണ്. കുമാരിക്കൽ ഇടുക്കി ജില്ല, ചെന്താവര ഇടുക്കി ജില്ല. കുമാരിക്കൽ ഇടുക്കി ജില്ല, ചെന്താവര ഇടുക്കി ജില്ല. അപ്പോൾ ഒന്നും കൂടെ, അഗസ്ത്യാർകൂടം തിരുവനന്തപുരം, റോസ്മല കൊല്ലം, ചരൽക്കുന്ന് പത്തനംതിട്ട, ശബരിമല പത്തനംതിട്ട, പൂച്ചിമല പത്തനംതിട്ട, ദേവിമല ഇടുക്കി, ആനമുടി ഇടുക്കി, മീശപ്പുലിമല ഇടുക്കി, കുമാരിക്കൽ ഇടുക്കി, ചെന്താവര ഇടുക്കി. പാലപ്പിള്ളി തൃശൂർ. എന്താണ്? പാലപ്പിള്ളി മലനിര തൃശൂർ. എന്താണ്? പാലപ്പിള്ളി തൃശൂർ. എന്താണ്?
പാലപ്പിള്ളി തൃശൂർ. അങ്ങനെയെങ്കിൽ തിരുവല്ലാമല തൃശൂർ. പാലപ്പിള്ളി തൃശൂർ, തിരുവല്ലാമല തൃശൂർ. പാലപ്പിള്ളി തൃശൂർ, തിരുവല്ലാമല തൃശൂർ. അപ്പൊ ഒന്നും കൂടെ, അഗസ്ത്യാർകുടം തിരുവനന്തപുരം, റോസ്മല കൊല്ലം, ചരൽക്കുന്ന് പത്തനംതിട്ട, ശബരിമല പത്തനംതിട്ട, പൂച്ചിമല പത്തനംതിട്ട, ദേവിമല ഇടുക്കി, ആനമുടി ഇടുക്കി, മീശപ്പുലിമല ഇടുക്കി, കുമാരിക്കൽ ഇടുക്കി, ചെന്താവര ഇടുക്കി, പാലപ്പിള്ളി തൃശൂർ, അതുപോലെ തിരുവല്ലാമല തൃശൂർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എങ്കിൽ മാമ്പാറ പാലക്കാട്. മാമ്പാറ പാലക്കാട്. മാമ്പാറ പാലക്കാട്. എങ്കിൽ മല്ലീശ്വരൻ മുടിയും പാലക്കാട് ആണ് കേട്ടോ. മാമ്പാറയും മല്ലീശ്വരൻ മുടിയും പാലക്കാട്. മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്. മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടിയും പാലക്കാടാണ്. എങ്കിൽ അമ്പുകുത്തിമല വയനാടാണ്. അമ്പുകുത്തിമല വയനാടാണ്. അമ്പുകുത്തിമല എവിടെയാണ്? വയനാട്. മല്ലീശ്വരൻ മുടി പാലക്കാട്. എങ്കിൽ മാമ്പാറ പാലക്കാട്. മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്, അമ്പുകുത്തിമല വയനാട്. ബാണാസുര വയനാട്. ബാണാസുര വയനാട്. അമ്പുകുത്തിമല വയനാട്, ബാണാസുര വയനാട്, മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്. ബ്രഹ്മഗിരി വയനാട്. ബ്രഹ്മഗിരി വയനാട്. ബ്രഹ്മഗിരി വയനാട്. അപ്പോൾ മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്, അമ്പുകുത്തിമല വയനാട്, ബാണാസുര വയനാട്, ബ്രഹ്മഗിരി വയനാട്. എങ്കിൽ ചെമ്പ്രക്കൊടുമുടി വയനാട്. എന്താണ്? ചെമ്പ്രക്കൊടുമുടി വയനാട്. എന്താണ്? ചെമ്പ്രക്കൊടുമുടി വയനാട്. ഒന്നുകൂടെ, ചെമ്പ്രക്കൊടുമുടി വയനാട്. അപ്പോൾ മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്, അമ്പുകുത്തിമല വയനാട്, ബാണാസുര വയനാട്, ബ്രഹ്മഗിരി വയനാട്, ചെമ്പ്രക്കൊടുമുടി വയനാട്. അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം. എന്താണ്? അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം. അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം. അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം. അപ്പോൾ മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്, അമ്പുകുത്തിമല വയനാട്, ബാണാസുര വയനാട്, ബ്രഹ്മഗിരി വയനാട്, ചെമ്പ്രക്കൊടുമുടി വയനാട്, അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം. വെള്ളാരിമല കോഴിക്കോട്. വെള്ളാരിമല കോഴിക്കോട്. വെള്ളാരിമല കോഴിക്കോടാണ് കേട്ടോ. വെള്ളാരിമല കോഴിക്കോട്. അപ്പോൾ മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്, അമ്പുകുത്തിമല വയനാട്, ബാണാസുര വയനാട്, ബ്രഹ്മഗിരി വയനാട്, ചെമ്പ്രക്കൊടുമുടി വയനാട്, അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം, വെള്ളാരിമല കോഴിക്കോട്. പൈതൽമല കണ്ണൂർ. എന്താണ്? പൈതൽമല കണ്ണൂർ. പൈതൽമല കണ്ണൂർ. പൈതൽമലയും പുരളിമലയും ഏഴിമലയും കണ്ണൂരാണ് കേട്ടോ. പൈതൽമല, അതുപോലെ പുരളിമല, ഏഴിമല. പൈതൽമല, പുരളിമല, ഏഴിമല തുടങ്ങിയവ കണ്ണൂരാണ്. പൈതൽമല, പുരളിമല, ഏഴിമല. പൈതൽമല, പുരളിമല, ഏഴിമല തുടങ്ങിയവ കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ മാമ്പാറ പാലക്കാട് ജില്ല, മല്ലീശ്വരൻ മുടി പാലക്കാട് ജില്ല, അമ്പുകുത്തിമല വയനാട്, ബാണാസുര വയനാട്, ബ്രഹ്മഗിരി വയനാട്, ചെമ്പ്രക്കൊടുമുടി വയനാട്, അതുപോലെ അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം, വെള്ളാരിമല കോഴിക്കോട്, പൈതൽമല കണ്ണൂർ, പുരളിമല കണ്ണൂർ, അതുപോലെ ഏഴിമല കണ്ണൂർ. പിന്നെയോ റാണിപുരം കാസർഗോഡ്. എന്താണ്? റാണിപുരം കാസർഗോഡ്. റാണിപുരം കാസർഗോഡ്. റാണിപുരം കാസർഗോഡ്. മാമ്പാറ പാലക്കാട്, മല്ലീശ്വരൻ മുടി പാലക്കാട്, അമ്പുകുത്തിമല വയനാട്, ബാണാസുര വയനാട്, ബ്രഹ്മഗിരി വയനാട്, ചെമ്പ്രക്കൊടുമുടി വയനാട്, അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം, വെള്ളാരിമല കോഴിക്കോട്, പൈതൽമല കണ്ണൂർ, പുരളിമല കണ്ണൂർ, ഏഴിമല കണ്ണൂർ, റാണിപുരം കാസർഗോഡ്. അപ്പോൾ എന്നോടൊപ്പം ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ നിങ്ങള്. അഗസ്ത്യാർകുടം തിരുവനന്തപുരം, റോസ്മല കൊല്ലം. കണ്ണടച്ചൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ചരൽക്കുന്ന് പത്തനംതിട്ട, ശബരിമല പത്തനംതിട്ട, പൂച്ചിമല
പത്തനംതിട്ട. ദേവിമല ഇടുക്കി. ആനമുടി ഇടുക്കി. മീശപ്പുലിമല ഇടുക്കി. കുമാരിക്കൽ ഇടുക്കി. ചെന്താവര ഇടുക്കി. പാലപ്പിള്ളിയും തിരുവല്ലാമലയും തൃശ്ശൂരാണ്. എങ്കിൽ മാമ്പാറ പാലക്കാട്. മല്ലേശ്വരൻമുടി പാലക്കാട്. അമ്പുകുത്തിമല വയനാട്. ബാണാസുര വയനാട്. ബ്രഹ്മഗിരി വയനാട്. ചെമ്പ്രക്കൊടുമുടി വയനാട്. അരിമ്പ്രക്കുന്നുകൾ മലപ്പുറം. വെള്ളാരിമല കോഴിക്കോട്. പൈതൽമല, പുരളിമല, ഏഴുമല എന്നിവ കണ്ണൂർ. റാണിപുരം കാസർഗോഡ്. ക്ലിയർ അല്ലേ? എങ്കിൽ മലനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി കേട്ടോ. മലനാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. മലനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്താണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? മലനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. മലനാട്ടിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനങ്ങൾ സൈലന്റ് വാലിയും ഇരവികുളവുമാണ് കേട്ടോ. മലനാട്ടിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനങ്ങളാണ് സൈലന്റ് വാലി ദേശീയോദ്യാനവും ഇരവികുളം ദേശീയോദ്യാനവും. അപ്പോൾ എന്താണ്? മലനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ നിത്യഹരിത വനം ഏതാണെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്താണ്. മലനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ദേശീയോദ്യാനങ്ങളാണ് ഏതൊക്കെയാണ്? സൈലന്റ് വാലിയും ഇരവികുളവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മലനാട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ച് എന്നോടൊപ്പം തന്നെ പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നമുക്ക് നോക്കാം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശമെന്നും മൂന്നായിട്ട് തിരിക്കാം. മലനാട് എന്താണ്? സഹ്യാദ്രിയോട് ചേർന്ന് തെക്ക് വടക്കായി നീണ്ടു കിടക്കുന്നു. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും ചോലവനങ്ങളും കാണപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശവും കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. ക്ലിയർ അല്ലേ? അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ്. ശരാശരി ഉയരം 900 മീറ്റർ ആണ്. കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും കേരളത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലാണ് ഉൾപ്പെടുന്നത്. വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകൾ കൂടുതൽ കാണപ്പെടുന്നു. കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയും ഇതാണ്. കൊടുമുടികളും കേരളത്തിലെ മിക്ക നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളും ഇവിടെയാണ്. കൊടുമുടികൾ കാണപ്പെടുന്ന മേഖല ഇതാണ്. ശരാശരി താപനില ഏറ്റവും കുറവുള്ളത് മലനാടുകളിലാണ്. താപനില 30 ഡിഗ്രിയിൽ താഴെയാണ്. അതുപോലെ തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ എന്താണ്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാടെങ്കിൽ സഹ്യപർവ്വത നിര എന്നും ഇതിനെ അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ആനമുടിയാണ് കേരളത്തിലെ തെക്കേ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ കൊടുമുടി. ഉയരം 2695 മീറ്റർ ആണ്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്ന. ദേശീയോദ്യാനം ഇരവികുളമാണെങ്കിൽ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ആനമലയാണ്. വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പഴനിമലയാണ്. തെക്ക് ഏലമലയാണ്. ആനയുടെ നെറ്റിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ആനമുടിക്ക് ഈ ഒരു പേര് ലഭിക്കുകയുണ്ടായത്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ തെക്ക് ഭാഗത്തായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി, ആനമല, ഏലമല,
പഴനിമല തുടങ്ങിയവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ഉയരം 2640 മീറ്റർ ആണ്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് അഗസ്ത്യകുടം. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 1868 മീറ്റർ ആണ് ഉയരം വരുന്നത്. എങ്കിൽ നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് ഈ മലനിരകളിൽ നിന്നുമാണ്. നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് അഗസ്ത്യമല. 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിന്റെ ഭാഗമായി പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് ഇത് അഗസ്ത്യാർകൂടം. അതുപോലെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം കേട്ടോ. 2016 ഉൾപ്പെട്ടത്. വയനാട് കുടകതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. എങ്കിൽ അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ജില്ലയാണ്. റോസ്മല കൊല്ലം ജില്ലയാണ്. ചരൽക്കുന്ന്, ശബരിമല, പൂച്ചിമല തുടങ്ങിയ പത്തനംതിട്ട ജില്ലയാണ്. ദേവിമലയും ആനമുടിയും മീശപ്പുലിമലയും കുമാരിക്കലും ചെന്താവരയും ഇടുക്കി ജില്ലയിലാണ്. എങ്കിൽ പാലപ്പിള്ളി തൃശൂർ ജില്ല, തിരുവില്ലാമല തൃശൂർ ജില്ല. ക്ലിയർ അല്ലേ? മാമ്പാറ പാലക്കാട് ജില്ലയാണ്. മല്ലേശ്വരൻമുടി പാലക്കാട് ജില്ലയാണ്. അമ്പകുത്തിമല വയനാട് ജില്ലയാണ്. ബാണാസുര, ബ്രഹ്മഗിരി, ചെമ്പ്രക്കൊടുമുടി തുടങ്ങിയവയും വയനാട് ജില്ലയാണ്. അരിമ്പ്രക്കുന്നുകൾ മലപ്പുറമാണെങ്കിൽ വെള്ളാരിമല കോഴിക്കോടാണ്. പൈതൽ മലയും പുരളിമലയും ഏഴിമലയും കണ്ണൂർ ജില്ലയാണ്. റാണിപുരം കാസർഗോഡ് ജില്ലയാണ്. എങ്കിൽ മലനാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിത്യഹരിതവനം സൈലന്റ് വാലിയാണ്. സ്ഥിതി ചെയ്യുന്ന പാലക്കാട് മണ്ണാർക്കാടിനടുത്താണ്. മലനാട്ടിൽ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനങ്ങൾ ചോദിച്ചാൽ അത് സൈലന്റ് വാലിയും ഇരവികുളവുമാണ്. അപ്പോൾ മലനാട്ടിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക. എൻ്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സിന് ശേഷം നോട്ട്സ് ഒന്ന് വായിച്ചിട്ട് നിങ്ങളൊന്ന് റിവൈസ് കൂടെ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിനി ഇടനാടും തീരപ്രദേശവും കൂടെ പഠിക്കാനുണ്ട്. അതുപോലെ അഡീഷണൽ നോട്ടായിട്ട് കോൾനിലങ്ങൾ, ദ്വീപുകൾ, ചുരങ്ങൾ തുടങ്ങിയവയും കൂടെ പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം ഇന്ന് പഠിച്ച ഇത്രയും കാര്യം നിങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തൊരു ക്ലാസ് കാണുക. ഇത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.